നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കോൾസ്ലോ സാലഡാണ്. ശരിക്കും നമുക്ക് ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാലഡ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഈ കോൾസ്ലോ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ക്യാബേജ് നല്ല ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തതാണ് അതിനുശേഷം. അതുപോലെ തന്നെ നമ്മൾ 1 കപ്പ് ക്യാബേജ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും ഇതുപോലെ തന്നെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ക്യാബേജും ക്യാരറ്റും ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളതും കൂടെ ഒന്ന് കാണിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേ ആളുകൾ കമൻസിൽ ഈ ഒരു റെസിപ്പി കൂടെ ഇടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പേര് പറഞ്ഞിരുന്നു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നതും കൂടി കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഐഡിയപരമായിട്ട് ഒരുപാട് രീതികൾ ഉണ്ടാവാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കുറച്ചുകൂടെ വലിയ പീസ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഷ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ഒരു സൈസാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. ഇനിയിപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും 2-3 ടൈപ്പിൽ നമുക്ക് ഈ ഒരു കോൾസ്ലോ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പം ഞാൻ പറയുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസുമാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഒരു ബൗളിലേക്ക് ഫസ്റ്റ് ഈ ക്യാബേജ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2-3 ടീസ്പൂൺ മയണൈസും കൂടെ ചേർത്ത് കൊടുക്കുക. മയണൈസാണ് ശരിക്കും ഈ ഒരു സാലഡിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനിയൊരു 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ കാര്യവും ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ലെമൺ ജ്യൂസ് കൂടെ ചേർക്കാം. വിനാഗിരിക്ക് പകരമല്ല, വിനാഗിരിയും കുറച്ച് ലെമൺ ജ്യൂസും. പക്ഷേ എനിക്ക് ഒരു വിനാഗിരിയുടെ ടേസ്റ്റാണ് ഈ ഒരു സാലഡിൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇതുകൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു കോൾസ്ലോ സാലഡ് ഞാൻ പറയുന്ന രീതി. ഇത് ശരിക്കും എനിക്കിവിടെ കഫ്റ്റീരിയയിലുള്ള ഒരു ഫ്രണ്ട് തന്നിട്ടുള്ള റെസിപ്പി. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സിലേക്ക് കുറച്ച് ഉള്ളി മുറിച്ചിടുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു ഉള്ളിയുടെ മണം ടേസ്റ്റ് ഈ ഒരു സാലഡിലൊന്നും വരുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 നുള്ളു കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ നാരങ്ങാ നീര്, അതുപോലെ 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുകയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ ഒരു കുറവുള്ള പോലെ തോന്നും. പക്ഷേ ക്രീമി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചൊരു 3-4 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മിക്സ് ചെയ്ത ഉടനെ കഴിച്ചാലും നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയില്ല. എന്തായാലും തണുപ്പിച്ചേ പറ്റും. അപ്പോൾ നമ്മൾ തണുപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് കുറച്ചുകൂടി ഒരു വെള്ളമയം വന്നോളും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല വെള്ളമയം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കോൾസ്ലോ തന്നെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. നമ്മുടെ കോൾസ്ലോ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായി കറക്റ്റ് സെർവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്